വി.ആർ. കൃഷ്ണയ്യർ ക്യാബിനറ്റിന് സമർപ്പിച്ച ചർച്ച് പ്രോപ്പർട്ടി ബില്ലിന് എന്ത് സംഭവിച്ചു? മഹാനായ നിയമജ്ഞൻ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ 2009 ക്യാബിനറ്റിന് മുന്നിൽ ചർച്ച് പ്രോപ്പർട്ടി ബില്ല് സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ക്രിസ്തീയ വിശ്വാസികൾക്ക് വളരെയേറെ സഹായകരമാകുന്ന ഈ ബില്ല് നടപ്പിലാക്കുന്നതിനോട് മതമേലധ്യക്ഷന്മാർക്ക് എതിർപ്പുണ്ടാകും. അതുകൊണ്ടാണ് ക്യാബിനറ്റിന്റെ പോളിസി ഡിസിഷനായി ഇത് സമർപ്പിക്കുന്നത്. തുടർന്ന് ഈ ബില്ലിന് എന്ത് സംഭവിച്ചുവെന്ന് ബർ യുഹാനോൻ റംബാച്ചന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഒരു ചർച്ച് ആക്ട് നിലനിന്നിരുന്ന കാലഘട്ടത്തെ പറ്റിയാണ്. അതറിയപ്പെടുന്നത് ഇന്ത്യൻ ചർച്ച് ആക്ട് 1927 എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന 1927 ചർച്ച് ആക്ട്. ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യ റിപ്പബ്ലിക്കായി, ഇന്ത്യക്ക് ഭരണഘടനയുണ്ടായി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പല നിയമങ്ങളും ഭേദഗതി ചെയ്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് അനുയോജ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ലോ കമ്മീഷൻ, ദേശീയ ലോ കമ്മീഷൻ പല നിയമങ്ങളും റിപ്പീൽ ചെയ്ത് കളയുകയും പുതിയവ നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ 1958-59 കാലഘട്ടത്തിൽ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ച അതിൻ്റെ 5th റിപ്പോർട്ടിൽ 1927 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യൻ ചർച്ച് ആക്ട് റിപ്പീൽ ചെയ്ത് കളയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചർച്ചുകളുടെ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് പലതും ബ്രിട്ടീഷ് രാജ്ഞിയായിരിക്കുന്ന അവരുടെ സിംഹാസനത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന കൊളോണിയൽ നിയമങ്ങൾ അതിലുണ്ടായിരുന്നു. അങ്ങനെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിക്കുകയും ഈ നിയമം റദ്ദ് ചെയ്ത് കളയുകയും ചെയ്തു. ഈ റെക്കമെൻഡേഷനിൽ അന്നത്തെ അധികാരിയായ സദർവാർഡ് കമ്മീഷൻ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭയ്ക്ക് ധാരാളം സ്വത്തുക്കളുണ്ടെന്നും അവയുടെ യഥാർത്ഥ ഉടമസ്ഥർ ക്രൈസ്തവ സഭയിലെ വിശ്വാസികളാണെന്നും അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ പൊതുസ്വത്ത് സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 26D പ്രകാരം നിർമ്മിച്ചു കൊടുത്തിരിക്കണമെന്നും കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഈ ആർട്ടിക്കിൾ 26D പ്രകാരമുള്ള നിയമം കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അവകാശമുണ്ട്, നിയമസഭയ്ക്കും അവകാശമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എടുത്ത തീരുമാനം ഇത് ഓരോ സംസ്ഥാനത്തും ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ, ക്രിസ്തീയ സഭകളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അവർക്ക് അനുയോജ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെ നിയമം വന്നത്. M.M. തോമസ് എന്ന് പറയുന്ന പ്രഗത്ഭ ദൈവശാസ്ത്രജ്ഞൻ നാഗാലാൻഡ് ഗവർണറായിരിക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ പല പ്രദേശങ്ങൾ, ആദ്യം നാഗാലാൻഡിലും പിന്നീട് പല പ്രദേശങ്ങളിലും ട്രൈബൽ ക്രിസ്ത്യൻസിന് അവരുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിനുള്ള നിയമം വന്നു. എന്നാൽ തോമാസ് ലീഹ വന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ ഭാരതത്തിലെ കേരളം എന്ന് പറയുന്ന ക്രിസ്തീയതയുടെ തലസ്ഥാനത്ത് 2000 വർഷത്തോളം സമാഹരിച്ചെടുത്തിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ പൊതുസമ്പത്ത് ഭരിക്കുവാൻ, അത് സംരക്ഷിക്കുവാൻ, അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായ ക്രിസ്ത്യാനികളിൽ അത് നിയമപരമായി ചുമതലപ്പെടുത്തി കൊടുക്കുവാനുള്ള നിയമം ഇന്നേ വരെ വന്നിട്ടില്ല. കാരണം ഇവിടെ ആ നിയമം നിർമ്മിക്കേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. തുടർന്ന് കത്തോലിക്ക സഭയിലെ പ്രമുഖരായ അൽമായർ സംഘടിക്കുകയും ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും അവരുടെ വർഷങ്ങളോളമുള്ള സമരത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായി മുൻ LDF ഗവൺമെൻറ്, അതായത് V.S. അച്യുതാനന്ദൻ സർക്കാർ അന്നത്തെ ലോ റീഫോം കമ്മീഷൻ ചെയർമാനായ V.R. കൃഷ്ണയ്യരെ കമ്മീഷൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു കരട് നിയമം നിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. V.R. കൃഷ്ണയ്യരെ പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളാണ്, നിയമപണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. V.R. കൃഷ്ണയ്യർ അധ്യക്ഷനായിരിക്കുന്ന കമ്മീഷനിൽ വളരെ പ്രഗത്ഭരായ അംഗങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് നിയമത്തിൻ്റെ കരട് രൂപം ഉണ്ടാക്കുകയും പിന്നീട് വിവിധ സഭകളെ അറിയിക്കുകയും പലരുമായി ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകൾക്ക് അവസാനം ഒരു ഏകോപനത്തിലൂടെ ഇന്ന് കാണുന്ന ചർച്ച് പ്രോപ്പർട്ടി ബിൽ 2009
ഉണ്ടാക്കി 2009 അത് നിയമമാക്കത്തക്ക വിധത്തിൽ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തു. ഗവൺമെൻറ് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ, അതായത് ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെൻറ്റ്, നിയമവകുപ്പ്, ധനകാര്യ വകുപ്പ്, അതുപോലെ മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ ഫയൽ കയറി ഇറങ്ങി അന്വേഷണം നടന്ന് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് സഹിതം ക്യാബിനറ്റിന് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൻ്റെ അവസാനം പറയുന്നത് ഇത് കേരളത്തിലെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ആവശ്യപ്പെടുന്ന അവരുടെ മതത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു നിയമമാണ്. എന്നാൽ വിവിധ സഭകളിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് ഇതിൽ താല്പര്യമില്ല, അവർ ഇതിനെ എതിർക്കുവാൻ താല്പര്യപ്പെടുന്നു. ആയതുകൊണ്ട് പോളിസി ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഈ ബില്ല് സർക്കാരിൻ്റെ ക്യാബിനറ്റിന് മുമ്പാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് സഹിതം ക്യാബിനറ്റിന് സമർപ്പിച്ചു. ഇന്നേക്ക് 11 കൊല്ലമായി ഈ ബില്ല് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബില്ല് നിയമമാകാതെ കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ ഇടവക പള്ളികളിലെ സ്വത്തുക്കളൊന്നും തന്നെ ഇടവകക്കാർക്ക് ഉടമസ്ഥതയിൽ ലഭിക്കുകയില്ല. എന്നെങ്കിലും ഒരു തർക്കമുണ്ടായാൽ, 2 മെത്രാന്മാർ തമ്മിൽ തർക്കിച്ച് സഭ പിളരുന്ന ഒരു ഘട്ടമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സഭയിലെ ഏതെങ്കിലും ഒരു മെത്രാനെതിരായോ ഒരു സഭാ നേതാവിനെതിരായോ സഭയുടെ മേലധ്യക്ഷൻ, പരമമേലധ്യക്ഷൻ ഒരു നടപടിയെടുത്താൽ, അതിനെ ചോദ്യം ചെയ്ത് 2 ഗ്രൂപ്പുകളുണ്ടായാൽ തീർച്ചയായും നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വ്യവഹാരങ്ങളിലേക്ക് സഭ പോവുകയും സാക്ഷ്യം നഷ്ടപ്പെടുകയും അവസാനം ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായ വിശ്വാസികൾക്ക് ആ സ്വത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അതിനേറ്റവും ഉദാഹരണമാണ് യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങൾ. ഇത് മറ്റ് സഭകളിലും അതിവിദൂരമല്ല. പല സഭകളിലും പ്രശ്നങ്ങളുണ്ട്. ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അതുകൊണ്ട് 1927 ഉണ്ടായിരുന്ന ഇന്ത്യൻ ചർച്ച് ആക്ട് റദ്ദ് ചെയ്തതിന് പകരം സംസ്ഥാന ഗവൺമെൻറ്റുകൾ ക്രൈസ്തവ സഭകൾക്ക് നിർമ്മിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായ ചർച്ച് പ്രോപ്പർട്ടി ആക്ടിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. i2i News, an eye for truth.